കാസർഗോഡ് കുമ്പടാജിയിലെ പുഷ്പലതയുടെ മരണം കൊലപാതകം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസം മുട്ടിച്ചുള്ള മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. മോഷണത്തിന് ഇടയിലുള്ള കൃത്യമെന്ന് പോലീസിന്റെ നിഗമനവും വരികയാണ്. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, സ്വർണ്ണമാല ഉൾപ്പെടെ കവരാനുള്ള ശ്രമത്തിനിടെ ഉള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്. ആ ഒരു നിഗമനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണ്ടെത്തൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന പുഷ്പലതയെ വീട്ടിൽ നിന്ന് ഈ രീതിയിൽ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും നടത്തിയ പരിശോധനയിലാണ് പുഷ്പലതയുടെ മൃതദേഹം ഇന്നലെ വീട്ടിനകത്ത് വെച്ച് കാണുന്നത്. അതേസമയം തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുറിവേറ്റ അടയാളങ്ങൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4.5 പവൻ്റെ മാല, അവർ ധരിച്ചിരുന്ന 4.5 പവൻ്റെ മാല നഷ്ടപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ 2 വളകൾ നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്നലെ ഫോറൻസിക് സംഘവും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തി വിശദമായ അന്വേഷണം തന്നെ അവിടെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കൃത്യമായ ഒരു വിവരം ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരികയാണ്. എന്തായാലും തീർച്ചയായും മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പുഷ്പലത വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് സ്വത്തും പണവും ഒക്കെ തന്നെയുള്ള ഒരു കുടുംബത്തിൽ അംഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്വത്തും പണവും ഒക്കെ തന്നെ തട്ടിയെടുക്കാനും ആഭരണങ്ങൾ തട്ടിയെടുക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ കേരള കർണാടക അതിർത്തി കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. കാസർഗോഡ് DYSPക്കാണ് കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. ശരി, സാരംഗാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.